ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് നമ്മളുടെ മാതാവിൻ്റെ, അതായത് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മാതാവായ മറിയത്തിൻ്റെ കല്ലറയിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ഗെത്സമൻ തോട്ടത്തോടടുത്ത് തന്നെയാണ് നമുക്ക് മാതാവിൻ്റെ കല്ലറയും ഉള്ളത്. ഒരു താഴ്വാരത്തിലാണ് മാതാവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. അതിന് കിദ്രോൺ താഴ്വര എന്നാണ് പേര്. ഇതാണ് മാതാവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ടോംബ് ഓഫ് വെർജിൻ മേരി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിലാണുള്ളത്. 40-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻ സഭയാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. ഏകദേശം 47ഓളം വരുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമ്മൾ ഈ ദേവാലയത്തിലേക്ക് ചെല്ലാൻ. നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് മാതാവിൻ്റെ മാതാപിതാക്കളായ ഹന്നായും ജോാഹിമിനെ അടക്കിയിട്ടുള്ള കബറിടങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നമുക്ക് മാതാവിൻ്റെ മാതാപിതാക്കൾ മാതാവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ചുവർ ചിത്രം കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു വേറൊരു ആർച്ചും കൂടെ കാണാം. അവിടെ യൗസേപ്പ് പിതാവിൻ്റെ കല്ലറയാണെന്ന് പറയപ്പെടുന്നു.
ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ചുവർ ചിത്രങ്ങൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിൻ്റെ കുറച്ച് ചുവർ ചിത്രങ്ങൾ നമ്മൾക്ക് കാണാം. അതിലാദ്യം ഗബ്രിയേൽ മാലാഖ വന്നതും പിന്നെ എലീശ പുണ്യവതിയെ മാതാവ് ചെന്ന് കണ്ടതും ഉണ്ണീശോ ഉണ്ടാകുന്നതും പിന്നീട് അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതും അതിനുശേഷം ബാലനായ യേശുക്രിസ്തുവിനെ കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുന്നതും ദേവാലയത്തിൽ പുരോഹിതന്മാരുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും പണ്ഡിതന്മാരുമായിട്ട് അതിനുശേഷം മാതാവ് തിരികെ വന്ന യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നതുമാണ് നമ്മൾ ഈ കാണുന്ന ചുവർ ചിത്രങ്ങൾ. യേശുക്രിസ്തുവിനെ കൊണ്ട് തിരിച്ചു പോകുന്നതും ബാലനായ യേശുക്രിസ്തുവും യോസേപ്പിതാവും മാതാവും കൂടെ പോകുന്നതും പിന്നെ കാനായിൽ കല്യാണ വിരുന്നിൽ അവരുണ്ടായിരുന്നതും പിന്നെ യേശുക്രിസ്തു ക്രൂശ് മരണത്തിലേക്ക് പോകുന്ന ക്രൂശിൽ കിടക്കുന്ന മാതാവിൻ്റെ അടുത്ത് ഉള്ള ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ക്രൂശിൽ നിന്ന് ഇറക്കിയ ശേഷം മാതാവിൻ്റെ മടിയിൽ കിടത്തിയതും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മാതാവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച അതിനുശേഷം മാതാവ് മരണക്കിടക്കയിൽ കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ടുള്ള ഒരു ചിത്രം കൂടെ നമ്മൾക്ക് അതിൻ്റെ കൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വെളിച്ചങ്ങൾ, ഈ കളർഫുള്ളായിട്ട് കാണുന്ന ഈ ലൈറ്റിങ്സ് എന്ന് പറയുമ്പോൾ അതിലെ എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ച് വെച്ച തിരികളാണ്. വളരെ മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾക്ക് തോന്നത്തില്ല അത് കത്തി നിൽക്കുന്നത് തിരികളാണെന്നൊരിക്കലും നമ്മൾക്ക് തോന്നത്തില്ല. വളരെ കളർഫുള്ളായിട്ടുള്ള കുറേ ബൾബുകളായിട്ടാണ് നമ്മളത് കാണുന്നത്. ഭയങ്കര മനോഹരമാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ. നല്ല തണുപ്പുമുണ്ട്. ഇവിടെ ഒരുപാട് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ ചുവർ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മാതാവിനെ അടക്കം ചെയ്ത കല്ലറ. അതിൻ്റെ മുകളിലായിട്ട് മാതാവും ഉണ്ണീശോയും ഉള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാതാവ് മരണക്കിടക്കയിൽ കിടക്കുന്നത്, ചുറ്റും ശിഷ്യന്മാരൊക്കെ നിൽക്കുന്ന, സ്ത്രീകളും ശിഷ്യന്മാരും ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും.
അതിനുശേഷം ഞങ്ങൾ അവിടെ കുറച്ച് കൊന്തകളും തിരികളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അവിടെ ഇരുന്ന അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു അത് വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കൊന്ത വെച്ച് മേടിച്ചു. ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ഓർമ്മയായിട്ട് കയ്യിലിരിക്കട്ടെ എന്ന് വെച്ച് ഞാനും ജിസിയും ഓരോ കൊന്തകൾ വെച്ച് മേടിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഇപ്പോൾ ജിസി കയ്യിലിടുന്നത്. അവിടെ നിന്ന് തന്നെ ഞങ്ങളത് കയ്യിലിട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.